പ്ലേഗ് മദീനയുടെ അതിർത്തി കടന്നുള്ളിൽ കയറൂല, പുറത്തേക്ക് നിൽക്കും. മദീന ലോക ചരിത്രത്തിൽ മുത്തുനബി വന്നിട്ട് ഇന്ന് വരെയും ഖിയാമത്ത് നാൾ വരെയും പ്ലേഗ് ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ആ മണ്ണിൻ്റെ പ്രത്യേകതയാണത്. മക്കയെ പോലും നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. മക്കയിൽ പ്ലേഗ് ഉണ്ടാവില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. മുഹമ്മദ് മുസ്തഫ ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ പ്ലേഗ് ബാധിച്ചിട്ടുണ്ട്. എവിടല്ല? മദീനയില്ല. മക്കയും മദീന വ്യത്യാസം എന്താ? മക്കയിൽ ദർസ് ആദ്യം തുടങ്ങിയിട്ടില്ല. ആദ്യം ദർസ് തുടങ്ങിയത് മദീനയിലാണ്. മക്കയിൽ അമൽ ചെയ്ത സ്വർഗത്തിലെത്തും. മദീനയിൽ സ്വർഗത്തിലെത്തലല്ല, സ്വർഗത്തിലേതെത്തും. മദീന സ്വർഗാണ്. എന്റെ ഖബറിന്റെയും അഥവാ എന്റെ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗം തന്നെ. ഇങ്ങനത്തെ ഒരു സ്ഥലം മക്കത്തില്ല. അങ്ങനത്തെ സ്ഥലം മക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. മക്കത്ത് ഇപ്പോൾ നമ്മൾ തൂണിൻ്റെ അടുത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ അപ്പുറത്തെ ഒരാൾ വന്നാൽ ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിലൊരാൾ ഇനി പിടിച്ചു നിർത്തിയിട്ട് കാര്യമല്ല. ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ആഖിർ സമാനാണ്. ആഖിർ സമാനാവുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും. എന്താ പ്രശ്നങ്ങൾ? മുൻഗാമികൾ നല്ല നിലക്ക് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ അതിന് നന്മ നഷ്ടപ്പെടാതെ അങ്ങോട്ട് അടുത്ത തലമുറക്ക് ഏൽപ്പിച്ച് കൊടുക്കണമെങ്കിൽ ഭയങ്കര പണിയുണ്ടാവും. ചെറിയ പണിയല്ല, ഭയങ്കര പണിയിരിക്കും. മുൻഗാമികൾ നമ്മളെ നല്ല നിലക്ക് ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മളെ മുൻഗാമികൾ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ബാപ്പമാരെ നിന്ന് ശിക്ഷണം സ്വീകരിച്ച് നല്ല നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അവർ നമ്മളെ ഏൽപ്പിച്ച ഒരു ദീനിന് ആ രീതിയിൽ ദീന് എന്ന് പറഞ്ഞാൽ കടലാസിൽ ദീനുണ്ടായിട്ട് ഒരു കാര്യമില്ല. കടലാസിൽ ഏത് കാലത്തും ദീനുണ്ടാവും, പക്ഷെ അത് ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുഴിക്ക് അപ്പുറം കടക്കൂലെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കടലാസിൽ ദീനുണ്ടായിട്ട് ഒരു കാര്യമില്ല. കടലാസിലെ ദീന് ആഖിർ സമാനിൽ ഉണ്ടാവും എന്നാണ്. അത് കടലാസിലെ ദീനായിരിക്കും. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു എന്ന് പറഞ്ഞാൽ വരയും കുറിയും എഴുത്തും ശേഷിക്കുമെന്ന് പറഞ്ഞാൽ വരക്കണമെങ്കിൽ കടലാസ് വേണ്ടേ? അപ്പം കടലാസുണ്ട്, എഴുത്തുമുണ്ട്, പിന്നെ എന്തില്ല? ജനത്തിൻ്റെ മധ്യത്തിൽ ദീനുണ്ടാവില്ല, ഖുർആനും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലം വരും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇന്നത്തെ ഒരു കാലം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലം ഒരു ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുത്താൽ അയാൾക്ക് സ്വർഗത്തിനും എളുപ്പമാണ്, നരകത്തിനും എളുപ്പമാണ്. പണ്ടത്തെ പോലെയല്ല. ഇന്ന് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തവർക്ക് ഭയങ്കര ഗുണമാണ്, ഭയങ്കര ദോഷമാണ്. അതെന്താ ഭയങ്കര ഗുണം എന്ന് പറഞ്ഞാൽ, ജനം ഫസാദാവുന്ന കാലത്ത് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ട് ജനങ്ങളെ നേരായ വഴിക്ക് നയിക്കാൻ കഴിഞ്ഞാൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഷഹീദം മിന്ന ഔ മിൻഹും യാ റസൂലല്ലാഹ് ലാ ഷഹീദം മിൻഹും മിൻകും എന്ന ഹബീബായ റസൂലുള്ളാഹ് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞങ്ങളെ കൂട്ടത്തിലെ 100 ഷഹീദിൻ്റെയോ അക്കാലത്തെ ഷഹീദിൻ്റെയോ ഏതാണ് ആ കൂലി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള സ്വഹാബത്തിൽപ്പെട്ട 100 ഷഹീദിൻ്റെ കൂലി അക്കാലത്ത് ഒരു ഉത്തരവാദിത്തം നിർവഹിച്ച് ദീനിനെ ഹയാത്താക്കുന്ന ഒരു മനുഷ്യന് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയകൂനു ഫീഹിം മിസ്ല അബീ ബക്രിൻ വ ഉമർ എന്ന് മുഹമ്മദ് മുസ്തഫ. അയാൾക്ക് ആ ജനതയിൽ അള്ളാഹു കൽപ്പിക്കുന്ന സ്ഥാനം അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും സ്ഥാനമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അത് വലിയ വർത്താനാണല്ലോ. എന്തുകൊണ്ട് വലിയ വർത്താനമാണ്? 1.25 ലക്ഷം സഹാബികളിൽ തട്ടാണ് അവരുടെ ദറജ. അതിലേറ്റവും വലിയ ദറജയിൽ വേറൊരാളും എത്തിയിട്ടില്ല. ഉദാഹരണം, ഏറ്റവും വലിയ ദറജ യഖ്തദു ബില്ലദൈനി മിൻ ബഅദി അബീ ബക്രിൻ വ ഉമർ എന്ന് മുഹമ്മദ് മുസ്തഫ. എനിക്ക് ശേഷം നിങ്ങൾ 2 ആളെ പിൻപറ്റണം, അവരാണ് കേമന്മാർ എന്ന് മുഹമ്മദ് മുസ്തഫ. അതാരാണ്? ഒന്ന് അബൂബക്കറുമാണ്, ഒന്ന് സയ്യിദുന ഉമറുമാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ ദറജയിൽ വേറൊരു സ്വഹാബി ഇല്ലല്ലോ. അപ്പോൾ ആ സ്വഹാബിമാരുടെ സ്ഥാനം നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെയുള്ള ചില സ്വഹാബികളെക്കാൾ വലിയ ദറജയാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇപ്പൊ സ്വഹാബികളിൽ 1.25 ലക്ഷം സ്വഹാബികളിൽ ഈ 2 ആളെ ദറജ വേറെ ആർക്കില്ല. അതേ സമയത്ത് നമ്മൾ ഇന്ന് നമ്മളെ എടുക്കേണ്ട പണി വൃത്തിയായിട്ടാണ് എടുത്താൽ നമുക്ക് ഫയകൂനു ഫീഹിം മിസ്ല അബീ ബക്രിൻ വ ഉമർ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വഹാബികളെക്കാൾ വലിയ പദവിയായി ആ പദവി. കാരണം സ്വഹാബികൾക്ക് മുഴുവനും കൂടി അബൂബക്കറിന്റെ പദവി ഇല്ലല്ലോ. അബൂബക്കറിന്റെ പദവി അബൂബക്കറിന് മാത്രമല്ലേ ഉള്ളൂ റളിയല്ലാഹു അൻഹു. ഉമറിന്റെ പദവി
ഉമറിന് മാത്രമല്ലേ ഉള്ളൂ റളിയല്ലാഹു അൻഹു. നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ എടുക്കേണ്ട പണിയുണ്ട് എടുത്താൽ നമുക്ക് അബൂബക്കർ സിദ്ദീഖിൻ്റെ കൂലിയും കിട്ടും, പറയും ഉമർ ബിൻ ഖത്താബിൻ്റെ കൂലിയും കിട്ടും എന്ന് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് നമ്മളിപ്പോൾ ഒരു ഉത്തരവാദിത്തം, ഉദാഹരണങ്ങൾ എന്നെ വേദന വിളിച്ചു, ഇതൊരു ഉത്തരവാദിത്തമാണ്. എന്താ ഉത്തരവാദിത്തം? 1-1.5-2 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ട് പോവുക, അതും വേളാണ്. എന്തെങ്കിലുമൊക്കെ കഥകളാണ് പറഞ്ഞു പോവുക, അതും വേളാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് പരമാവധി അതിൽ അധ്വാനിച്ച് ചെയ്യുക, അതും വേളാണ്. ജനങ്ങളെ മുന്നിൽ 3 വേളാണ്, പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ അതിന് 3-ന് 3 സ്ഥാനമാണ്. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഓരോരുത്തർക്കും ഇപ്പോൾ ഖുലഫാഉ റാഷിദീങ്ങൾ പറഞ്ഞ വേളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് അള്ളാഹു ചെയ്ത തന്ന കാര്യത്തിൽ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീൻ, നമ്മൾ ഇഖ്ലാസോട് കൂടി ചെയ്താൽ ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അത്ഖന, ഒരു കാര്യം മുത്തഖിനായിട്ട് ബലത്തോടു കൂടിയും ഉറപ്പിച്ചും അത് ജനങ്ങളിൽ എത്തണമെന്ന ഉത്തമമായ വിശ്വാസത്തോടെയും ചെയ്താൽ അയാളെ അള്ളാഹ്ക്ക് ഇഷ്ടമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇങ്ങനെയാണ് എല്ലാ കാര്യവും. ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടം വരും. അപ്പം എനിക്കിപ്പോൾ സ്വർഗത്തിനും ഈ പണി എളുപ്പമാണ്, നരകത്തിനും എളുപ്പമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സ് തുറക്കി അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. ഞാനിവിടെ 2 മണിക്കൂർ എൻ്റെ മുന്നിൽ ഇവിടെ ഇരുത്തി തന്നിട്ട് ഈ എന്തോടോ ചെയ്തതെന്ന് ചോദിക്കും. തുസ്അലു അൻ സ്വഹബത്തി സാഅ, 1 മണിക്കൂർ ഒരാളുമായി ബന്ധപ്പെട്ടാൽ പോലും ചോദ്യമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഇപ്പം ഒരു വയലിൽ ചോദ്യം ഉണ്ടാവില്ലേ? വളരെ ചിന്തിക്കണം. അങ്ങനെയാകുമ്പോൾ പലതിനും ഉത്തരവായിട്ടാണ്. പള്ളി കമ്മിറ്റി അതൊരു ഉത്തരവായിട്ടാണ്, മദ്രസ കമ്മിറ്റി അതൊരു ഉത്തരവായിട്ടാണ്. ഭയങ്കരം. സ്വർഗത്തിനും അത് മതി, നരകത്തിനും അത് മതി. മൗല്യരാകൽ, ഖാദിയാകൽ, മുദരിസാകൽ ഒക്കെ പ്രശ്നമാണ്. എല്ലാം നല്ലതാണ്, എല്ലാം നാശമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ പറയും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കയ്യിൽ നജ്വ നടക്കണ്ട. ജനങ്ങൾക്ക് നന്നാക്കാൻ നിനക്ക് ആത്മാർത്ഥമായി അധ്വാനിക്കാൻ കഴിയില്ലേ? നജ്വ പറയേണ്ടടോ, നജ്വ നിർത്തിക്കാണ്. ആരെങ്കിലും പറഞ്ഞോളൂ. പിന്നെ അള്ളാഹിൻ്റെ ദീനിൽ ഈ വേളറേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ആപ്പീസ് എന്നാ പൂട്ടാന്ന് ആരറിയും? ഇവിടെ ഖിയാമത്ത് വരെ ഉപ്പിലിട്ട് വാത്തൊക്കെ വേള പറയാൻ വേണ്ടി തന്നെ ഞാൻ എന്നോടാ പറയണത്. എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? എനിക്ക് ഇതിന്മേൽ ആത്മാർത്ഥമായി പണിയെടുക്കാൻ കഴിയൂലെങ്കിൽ ഞാൻ ആ വേള പറയരുത്. എന്തുകൊണ്ട്? ആ സമയത്ത് വേറെ ആരെങ്കിലും പറഞ്ഞോട്ടെ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഞാൻ പറയണമെന്ന് ഞാൻ ചിന്തിക്കേണ്ട. കാരണം ഞാൻ എൻ്റെ ലിസ്റ്റ് എപ്പോൾ ചെയ്യുന്നു ആരറിഞ്ഞു? വേള ഇവിടെ പിന്നെയും നടക്കണമല്ലോ. വളരെ ചിന്തിക്കണം. ഒക്കെ ഒരു കളിയാണെന്ന് ആരും വിചാരിക്കണ്ട. ഒക്കെ പടച്ച തമ്പുരാൻ നോക്കുമെന്ന് ഉറപ്പിക്കണം. ഇതൊരു ബാപ്പാൻ്റെയും ദുനിയാവല്ല, ഇത് അള്ളാഹിൻ്റെ ദുനിയാവാണ്. ഇവിടെ ഒരുത്തനും അള്ള വിടാൻ പോണില്ല, ഒരുത്തനും വിടൂല. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഒരുത്തനും വിടൂല. ഇല്ലാമൻ അസമഹുല്ലാഹ്, ഒരുത്തനും വിടാൻ ഒരാളും വിചാരിക്കണ്ട. ഒരു മോസ്ലിയാരോ ഒരു തങ്ങളോ ഒരു നാടനോ ഒരു ആചാര്യ ഒരുത്തനും ഞാൻ എല്ലാ വ്യാഖ്യാനങ്ങൾക്കും അതീതനാണെന്ന് ഒരുത്തൻ വിചാരിച്ചാൽ അവൻ്റെ റഹ്സിൽ ഇബ്ലീസ് കയറി കുത്തിരുന്നിട്ടുണ്ടെന്നാണ് അതിൻ്റെ മായന. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ചിന്തിക്കണം. അവസാനത്തെ ദിവസം 2 തോളിൽ തൂങ്ങി വന്ന മനുഷ്യൻ എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും അരുതായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഖിസാസ് എടുത്തോളൂ എന്ന് ആ മനുഷ്യൻ പറയണമെങ്കിൽ എന്താ അതിൻ്റെയൊക്കെ മായന? മനസ്സിലാവുണ്ടോ പറഞ്ഞത്? വയ്യ. 2 തോളിലാ തൂങ്ങി വന്നത്. ഒന്ന് ഫള് ഇബ്നു അബ്ബാസിനെ, ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയണമെന്നറിയോ? എല്ലാവരെയും കൂടി സുഖിപ്പിച്ച് പോകലിൽ നല്ലതാണ്. ഒരു നാട്ടിലൊക്കെ വേളന് വന്ന് എല്ലാവരും സുഖിപ്പിച്ച് നിങ്ങളൊക്കെ സ്വർഗത്ത് പോകും കേട്ടോ എന്ന് പറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് നാട്ടുകാർക്ക്. പക്ഷേ അതൊക്കെ 10 ദിവസത്തെ കാര്യമല്ലേ മനുഷ്യന്മാരെ? ഇതിനടിയിലിറങ്ങിയാൽ എന്താണ് വർത്താനെന്ന് ആർക്കറിയും? ഒരു നീളം കുപ്പായം കൊണ്ട് കാര്യമില്ല, ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. പിന്നെ ഇപ്പം എന്താണ് നീളം കുപ്പായണ്ടുള്ള കാര്യം? കുഴപ്പമില്ല, പെട്ടെന്ന് തുണി കഴിഞ്ഞാലും അവരത്തൊന്നും കാണൂല, അതൊരു കാര്യമാണ്. നന്നായാലും അത് സുന്നത്താണ്, അതിന് ഫർദ് വേണ്ടേ? അവരത്ത് മറക്കാത്തവൻ എന്താ തലയെ കെട്ടിയിട്ട് കാര്യം? എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? പറയും മനുഷ്യന്മാരെ, നിങ്ങളും കുപ്പായിട്ടതുകൊണ്ടൊന്നും സ്വർഗത്ത് പോകുന്നിരുന്നുണ്ടല്ലോ, താടി ഉണ്ടായതുകൊണ്ട് സ്വർഗത്ത് പോകുന്നിരുന്നുണ്ടല്ലോ.
അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ്. എന്നാൽ നല്ലതല്ലേ, നല്ലതാണ്, എൻ്റെ ഉത്തരവാദിത്വം നീ നിർവഹിച്ചാൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി പറയാണ്, എനിക്കൊരു ലക്ഷ്യമില്ല, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി പറയാണ്. ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ് ജനങ്ങളെ, നിങ്ങളത് മനസ്സിലാക്കണം. ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്, യാതൊരു സംശയവും വേണ്ട. ഈ ലോകം അടുത്ത് അവസാനിക്കും, യാതൊരു സംശയവും വേണ്ട. മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞ അടയാളങ്ങൾ കണ്ണിൻ്റെ മുന്നിൽ തെളിഞ്ഞു കിടക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏൽക്കണത് ഏൽക്കണം, അല്ലെങ്കിൽ ഏൽക്കരുത്. കഴിയൂലെങ്കിൽ ഏൽക്കരുത്. ഖളിയാകാൻ പറഞ്ഞു, മഹാനായ ഖളിയാകാൻ പറഞ്ഞു അബൂ ഹനീഫയോട് റളിയല്ലാഹു അൻഹു. അപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു, നടക്കൂല, അത് നടക്കൂല. അപ്പോൾ നിർബന്ധിച്ചു. നിങ്ങൾക്കല്ലാതെ ആരാൾക്ക്, നിങ്ങളെപ്പോഴത്തെ പണ്ഡിതൻ ആരാ? നിങ്ങളല്ലാതെ ആരാ ഖളിയാവുന്നു? ആരാ പറയുന്നത്? ഏത് ഖളി? രാജാവിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ഖളി, ഇന്നത്തെ ഖളിയല്ല. രാജാവിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാൻ അധികാരമുള്ള ഖളി, രാജാവിന്റെ പേരിൽ പോലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഖളി. അങ്ങനത്തെ ഖളിയാകാൻ അബൂ ഹനീഫയോട് പറഞ്ഞു റളിയല്ലാഹു. പിന്നെ പറ്റൂല, പിന്നെയും മൻസൂർ രാജൻ നിർബന്ധിച്ചു, നിങ്ങളായിക്കോളി, നിങ്ങളായി, എന്നെ പറ്റൂല, എനിക്ക് പടച്ചോനെ പേടിയാണ്, എന്നെ പറ്റൂല, പിന്നെ നിർബന്ധിച്ചു. അപ്പോൾ പറഞ്ഞു, രാജാവേ എന്നെ പറ്റൂല. എന്തുകൊണ്ട്? എന്നെ പറ്റൂല എന്ന് പറഞ്ഞ വാക്ക് സത്യമാണെങ്കിൽ പറ്റൂല. അല്ല, ഇന്നെ പറ്റൂല എന്ന് പറഞ്ഞ വാക്ക് കളവാണെങ്കിൽ കളവ് പറയുന്നവനെ കളിയാക്കാൻ പറ്റൂല. രണ്ടാണെന്ന് പറ്റൂല. പൊട്ടിച്ചു. മനസ്സിലായില്ല? പൊട്ടിച്ചു. ഇന്നെ പറ്റൂല എന്ന് പറഞ്ഞ വാക്ക് ശരിയാണെങ്കിൽ പറ്റൂല. പറ്റൂല എന്ന് പറഞ്ഞ നോണയാണെങ്കിലോ, നോണ പറഞ്ഞാളെ കളിയാക്കാൻ പറ്റൂലല്ലോ. കളി നോണ പറഞ്ഞാൽ കളിയല്ലാതെ പോലും 10 മോൻ വരെ ഉണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്നോട് തർക്കിക്കാണല്ലേ, ജയിലിൽ കയറിക്കോളാം, ജയിലിൽ കയറാം, കളിയാവില്ല. അടിച്ചട് വന്ന് ചോര മൂത്രിച്ച് മരിച്ചു ഇമാമുൽ ആളം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ. ഓർക്കെ പറഞ്ഞാളി, അതിന് മാത്രം 2 മുതൽ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്താ വിചാരിച്ച് എന്ന്? ഹിജ്റ 150, ഇത് ഹിജ്റ 1440. അന്നത്തെ മഹാന്മാരായ രാജാവിൻ്റെ കീഴിൽ പോലും ഖാദിയായാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ എന്ത് പറയുമെന്ന് പേടിച്ചിട്ട് ഹിജ്റ 150 ഖാദിയാകാതെ പേടിച്ച് അടി കിട്ടി മരിച്ചു. ആര്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1300 കൊല്ലം കഴിഞ്ഞു. ചിന്തിക്ക്. എന്തുകൊണ്ട്? എന്തിനും ചോദ്യമുണ്ടാവും. റഹ്മത്തുള്ളാഹി ഖാസിമിയെ ചോദ്യമുണ്ടാവും. ഇപ്പം എവിടെ ചെന്നാലും 10 ആളുകളൊക്കെ കൂടിയിരിക്കുന്നുണ്ട്. അതൊന്നും എൻ്റെ വലിപ്പത്തരല്ല, അതൊക്കെ റബ്ബാൻ്റെ വലിപ്പത്തരം. 1 സെക്കൻഡ് കൊണ്ട് പിൻവലിക്കാൻ അള്ളാഹ് കഴിയും. അള്ളാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. 4 ആളെ മുന്നിൽ വയലറിയാൻ കഴിയുന്നുണ്ട്. എന്ത് വയല കുട്ടി, എന്ത് വിചാരിച്ച്, എന്ത് വയല്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഞാൻ അവന് 2 കണ്ണ് കൊടുത്തില്ലയോ, ഒരു നാവും 2 ചുണ്ടും കൊടുത്തില്ലയോ? തീക്ഷണമായ ബുദ്ധിയുടെ ഉപകരണമാണ് കണ്ണ്. അതുകൊണ്ട് ബുദ്ധിയെ പ്രതിനിധാനം ചെയ്യുകയാണ് കണ്ണ്. കണ്ണും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അവൻ അത് മറയിപ്പിച്ചാൽ ഒരു കാര്യം തലേ കയറൂല. അള്ളാഹു കാക്കട്ടെ. പിന്നെ ഇപ്പം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നാവണ്ട് വഴങ്ങണ്ടേ. വലിസാനൻ 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 വശഫതൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഞാൻ അവന് 2 ചുണ്ട്, ഒരു നാവും 2 ചുണ്ടും കൊടുത്തിട്ടില്ല എന്നാണ്. അത് വഴിപ്പെടുത്തി കൊടുക്കുന്നവനും പറയും അല്ലാഹുവാണ്. ഒക്കെ അല്ലാഹുവാണ്. ഇതൊന്നും എൻ്റെ മുതലല്ല, നിങ്ങളീ മുതലല്ല, ഒന്നും നമ്മളെ മുതലല്ല. വളരെ ചിന്തിക്കണം. നമ്മളത് എന്ന് പറയാൻ ഒന്നുമില്ല. എന്തുള്ളത്?
നമ്മളത് എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. ഒക്കെ അള്ളാൻ്റെ മുതലാണ്, നമ്മളെ അള്ളാൻ്റെ മുതലാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. അപ്പോൾ അധികാരം അള്ളാൻ്റെതാണ്. മൂല്യരാകൽ അള്ളാൻ്റെ ഒരു പദവിയാണ്. വയലുറയൽ അള്ളാൻ്റെ പദവിയാണ്. അപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ മടുപ്പിക്കാൻ വേണ്ടി പറയല്ല, നമ്മളെ പുതിയ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് പള്ളി ദർസ്. അത് പറയലാണ് എൻ്റെ ഉത്തരവാദിത്തം. എന്താ പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ? പള്ളി ദർസ് എന്ന് പറഞ്ഞാൽ അതൊരു പണിയാണ്. അതെന്താ പണി? ആരാ ദർസിന്റെ ഉദ്ഘാടകൻ? ഒരു ജനതയെ നന്നാക്കാൻ പുണ്യ റസൂൽ ചെയ്തതെന്താ? പള്ളിയിൽ ദർസ് തുടങ്ങി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതന്നെ നമ്മൾ ചെയ്യേണ്ടത്. ഒരു ജനതയെ നന്നാക്കാൻ വേണ്ടി ഹബീബ് ചെയ്തത് പള്ളി ദർസ്. മക്കത്ത് പള്ളി ദർസ് നടക്കൂല. കാരണം മക്കത്ത് അന്ന് അബൂജഹലിന്റെ കീഴിലാണ് ലഅനത്തുല്ലാഹി അലൈഹി. സ്വതന്ത്രമായ ഒരു സാഹചര്യം മക്കയിൽ ഉണ്ടായില്ല. പിന്നെ മദീനയൊക്കെ പോയി. മദീനയിൽ പോയതിന്റെ പിറ്റേന്ന് പള്ളിപ്പണി നടത്തി. പള്ളിപ്പണി കഴിഞ്ഞിട്ട് ആദ്യം തുടങ്ങിയത് ദർസാണ്. അതായത് ജനതയെ നന്നാക്കാൻ റസൂലുള്ള ചെയ്തത് ദർസ് തുടങ്ങലാണ്. അതുകൊണ്ട് ഒരു ജനതയെ നന്നാക്കാൻ നമുക്ക് ചെയ്യാനുള്ളതും പറയും ദർസ് തന്നെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ അല്ല, എന്തുകൊണ്ട് എൻ്റെ നബിയുൽ മുസ്തഫ, എവിടുന്നാണോ നബി തുടങ്ങിയത് അവിടുന്ന് നമ്മളാണ് തുടങ്ങുക. കാരണം നമുക്ക് ഒരു വിവരമില്ല, ഒരന്തമില്ല. വിവരം ഉണ്ടെന്ന് ഒരുത്തം വാദിച്ചാൽ കദാബാണ്, പാച്ച നോണയനാണ്. ഒരു വാപ്പ കൂടെ വരല്ല. മുത്ത് മുഹമ്മദ് കൊടുത്തതല്ലാതെ മുഹമ്മദ് മുസ്തഫ മുത്ത് നബി കൊടുത്തല്ലാത്ത ഒരു വിവരം ഇവിടെ ഒരാക്കില്ല. ഉണ്ട് എന്ന് വിളിച്ചാൽ കാഫുറാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവൻ ആര് പറഞ്ഞാലും ഓൻ കാഫുറാണ്. ഇവിടെ ഒരു വാപ്പാക്കും വിവരമില്ല. വിവരസ്ഥൻ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ ഉർഫ മിനൽ ബഹർ. അമ്പിയാക്കൾക്ക് പോലും മുഹമ്മദ് മുസ്തഫയുടെ വിവരത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതാണ് മുഹമ്മദ്. ഉറക്കെ പറ മുഹമ്മദ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്കൊരു വിവരമില്ല. അപ്പൊ അവിടുന്ന് ചെയ്തതുപോലെ ചെയ്യുക. ഒരു ജനതയെ നന്നാക്കാൻ ഹബീബ് എന്ത് ചെയ്തു? ദർസ് തുടങ്ങി. ദർസിന് വേണ്ടി സൗകര്യം ചെയ്തതാണ് മദീനയുടെ പ്രത്യേകത. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. ദർസിലോടാൻ വേണ്ടി വന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവനും വീടൊരുക്കി വെച്ചവരാണ് അൻസാരിങ്ങൾ. അൻസാർ റസൂലില്ലാഹ്. അവരെല്ലാ മത്സരങ്ങളും നിർത്തിവെച്ചിട്ട് എന്ത് ചെയ്തു? മുത്തുനബിയോട് കൂടെ ഓതാനും പഠിക്കാനും വന്നവര്. അല്ലാതെ എന്തിനാണ് അവർ വന്നത്? അവരെന്തിനാ വന്നത്? ശിബ്റൻ ബിശിബ്രിൻ, ചാണിന് ചാണായി ഹബീബിനെ പിന്തുടരുക, ഹബീബിൽ നിന്ന് പഠിക്കുക. അതാണ് മദീനക്കാർ ചെയ്തത്. അതുകൊണ്ട് ലോകത്തെ ആദ്യത്തെ ദർസിന്റെ നാട് മദീനയാണ്. മദീനയുടെ ശ്രേഷ്ഠത എന്താ? ദർസ് നടക്കുന്ന നാട്ടിനൊരു മഹത്വമുണ്ടായിരിക്കും. ആദ്യത്തെ ദർസിന്റെ നാട് മദീനയാണ്. തുർബത്തുൽ മദീനത്തി മുഅ്മിന, മദീനയിലെ മണ്ണ് പോലും മുഅ്മിനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഒരു നാട്ടില് ഒരു ദർസ് നടക്കണമെങ്കിൽ ആ നാട്ടിനൊരു പ്രത്യേകത ഉണ്ടോ? കാരണം ആദ്യം ദർസ് തുടങ്ങിയത് മദീനയിലാണ്. അവിടുത്തെ പച്ച മണ്ണ് പോലും പറയും മുഅ്മിനാണെന്ന് മുഹമ്മദ് മുസ്തഫ. യാ സുബ്ഹാനല്ലാഹ്. ഇനി എന്താ കേൾക്കേണ്ടത്? തുർബത്തുൽ മദീനത്തി മുഅ്മിന, മദീനയിലെ മണ്ണ് പോലും മുഅ്മിനാണ്. ഫഇന്നഹാ ശിഫാഉം മിനൽ ജുസാം, ഏറ്റവും ഭീകരവും ഭയാനകവുമായ കുഷ്ഠരോഗത്തിന് പോലും ആ മണ്ണ് മരുന്നാണ്. കുഷ്ഠരോഗത്തിന് മരുന്നാണ്. എന്ത് എന്ത് എന്ത്? മദീനയിലെ പച്ചമണ്ണ്. പച്ചമണ്ണ്. ലോകത്താദ്യമായി ദർസ് നടന്നത് മദീനയിലാണ്. അതുകൊണ്ട് മദീനയിലെ മണ്ണ് പോലും മുഅ്മിനാണ്. അത് കുഷ്ഠത്തിന് പോലും ആ മണ്ണ് മരുന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഫലാ യദ്ഖുലന്നഹ അത്താഊൻ വലദ് ദജ്ജാൽ. ഏറ്റവും ഭയാനകമായ രോഗങ്ങൾ, ലോകത്തിൽപ്പെട്ട പ്ലേഗ് രോഗം, ലോകത്തെ ഏറ്റവും വലിയ രോഗമാണ് ഏത്? പ്ലേഗ്. പ്ലേഗ് മദീനയുടെ അതിർത്തി കടന്നുള്ളിൽ കയറൂല, പുറത്തേക്ക് നിൽക്കും. മദീന ലോക ചരിത്രത്തിൽ മുത്തുനബി വന്നിട്ട് ഇന്ന് വരെയും ഖിയാമത്ത് നാൾ വരെയും പ്ലേഗ് ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ആ മണ്ണിൻ്റെ പ്രത്യേകതയാണത്. മക്കയെ പോലും നബി അങ്ങനെ പറഞ്ഞിട്ടില്ല.
മക്കയിൽ പ്ലേഗ് ഉണ്ടാവില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. മുഹമ്മദ് മുസ്തഫ ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ പ്ലേഗ് ബാധിച്ചിട്ടുണ്ട്. എവിടെ അല്ല? അതിനില്ല. മക്കയും മദീന വ്യത്യാസം എന്താ? മക്കയിൽ ദർസ് ആദ്യം തുടങ്ങിയിട്ടില്ല. ആദ്യം ദർസ് തുടങ്ങിയത് അതിനില്ലാണ്. മക്കയിൽ അമൽ ചെയ്താൽ സ്വർഗത്തിലെത്തും. മദീനയിൽ സ്വർഗത്തിലെത്തലല്ല, സ്വർഗത്തിലേതെത്തും. മദീന സ്വർഗാണ്. എന്റെ ഖബറിന്റെയും അഥവാ എന്റെ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗം തന്നെ. ഇങ്ങനത്തെ ഒരു സ്ഥലം മക്കത്തില്ല. അങ്ങനത്തെ സ്ഥലം മക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. മക്കത്ത് ഇപ്പോൾ നമ്മുടെ തൂണിൻ്റെ അടുത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്നാൽ അപ്പുറത്തെ ഒരാൾ വന്നാൽ നമ്മൾ അവിടെ നിന്ന് മുണ്ടെടുത്തിട്ട് അപ്പുറത്ത് പോകും. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്ത് പോകും. വേറൊരാൾ വന്നാൽ നമ്മൾ പിന്നെ അപ്പുറത്ത് പോകും, അവിടെ നിന്ന് അപ്പുറത്ത് പോകും. മദീനയിൽ അങ്ങനെയല്ല. മദീനയിൽ റോളയിൽ മനസ്സിലായില്ല. മക്കയിൽ ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ വന്നാൽ അവിടെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ നമുക്ക് അതിനേക്കാൾ വിശാലമായി നിസ്കരിക്കാൻ പറ്റിയ സ്ഥലത്തേക്കാണ് മാറും. മദീന അങ്ങനെയല്ല. മദീനയിൽ റോളയിൽ കാലാണ് കുത്താൻ സ്ഥലം കിട്ടിയാൽ തക്ബീറാണ് കിട്ടും. എവിടെ സുജൂദ് ചെയ്യുന്ന അപ്പം ആലോചിക്കാനല്ല. അങ്ങനെ തന്നെയല്ലേ? നിങ്ങളാരും റൗളയിൽ നിസ്കരിച്ചിട്ടില്ലേ? പറയും. റൗളയിൽ ഒരാൾ തക്ബീറാണ് കിട്ടും. എവിടെയാ സുജൂദ് ചെയ്യാന്ന് ആലോചിക്കൂല. ചിലപ്പോൾ മറ്റോന്റെ തൊടന്റെ മേലെ സുജൂദ് ചെയ്യും, എന്നാൽ തക്ബീർ കിട്ടും. ഈ തക്ബീർ എവിടെയെങ്കിലും കൊണ്ട് കുത്തിക്കണമല്ലോ, അതൊന്നും അപ്പം ആലോചിക്കൂല. ഒരു കാലട് കുത്താൻ സ്ഥലമാണ് കിട്ടിയാൽ മറ്റേ കാല് ഈ കാലിന്റെ പുറത്ത് വെച്ചാലും എന്ത് ചെയ്യും? എന്ത് ചെയ്യും? തക്ബീർ ചെലുക്ക് കിട്ടും. അങ്ങനെ ഒരു മണ്ണ് ലോകത്തില്ല. അത്രയേറെ ജനങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടുന്ന ഒരു മണ്ണ് ലോകത്തില്ല. അതാണ് മദീന. അല്ലാഹു അതിന്റെ ശറഫ് വർദ്ധിപ്പിച്ചിരട്ടെ. മക്ക പ്രധാനമല്ലേ? മക്ക തീർച്ചയായും പ്രധാനമാണ്. പക്ഷെ മക്കയാക്കിയത് മദീനയാണ്. മദീനയിൽ കിടക്കുന്ന മുഹമ്മദ് മുസ്തഫയാണ്. അതുകൊണ്ട് ആ ഭൂമിയിൽ കിടക്കുന്നതിൻ്റെ ഷറഫുള്ള ഒരു സ്ഥലം ലോകത്തുണ്ടാവില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കണം. എന്താ മദീനയുടെ ഷറഫ്? എന്താ? ആദ്യമായി ദർസ് തുടങ്ങിയത് അവിടെയാണ്. പള്ളിയിൽ ആദ്യമായി ദർസ് തുടങ്ങിയത് മദീനയിലാണ്. ദർസ് വിദ്യാർത്ഥികൾക്ക് പ്രായം പോലും പരിഗണിക്കാതെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് മദീനക്കാരാണ്. മദീനക്കാര് തിന്നിട്ടില്ലെങ്കിലും ദർസിലോടാൻ വന്നവർക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കും. എത്രത്തോളം മുതഅല്ലിമീങ്ങൾ വന്നിട്ട് പിന്നെ മുത്ത് നബിയോട് പറയുകയാണ്, ഖദ് ഖശീനാ യദ്ഹബു ബിൽ അജ്രി കുല്ലിഹി, കൂലി മുഴുവനും മദീനക്കാര് കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾക്കിപ്പോ പേടിയാണ് നബിയേ. മുതഅല്ലിമീങ്ങൾ വന്ന് മുസ്തഫ നബിയോട് പറയാണ്, ലഖദ് ഖശീനാ യദ്ഹബു ബിൽ അജ്രി കുല്ലിഹി. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ഇവിടെ ഓതുക, അവിടെ പോയി തിന്നാം. ഞങ്ങൾക്കൊരു പണിയില്ല. അവർ കൃഷി ചെയ്യുന്നു, അവരധ്വാനിക്കുന്നു, അവർ ധാന്യങ്ങൾ ഉണ്ടാക്കുന്നു, അവർ ഭക്ഷണം ഉണ്ടാക്കുന്നു. അത് ഞങ്ങൾക്ക് തിന്നാതിരുന്നു. ഇപ്പൊ കൂലി മുഴുവനും പറ മനസ്സിലാണ്ട് പറഞ്ഞത്. ശ്രദ്ധിക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാണ്, തങ്ങളോട് സ്വഹാബികൾ വന്ന് പറയാണ്, തങ്ങളോട് സ്വഹാബികളായ മുഹാജിറുകൾ വന്ന് പറയുകയാണ്, ലഖദ് ഖശീനാ അയ്യദ്ഹബു ബിൽ അജ്രി കുല്ലി, കൂലി മുഴുവനും മദീനയിലെ അൻസാരികൾ കൈക്കലാക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയാണ്. എന്തുകൊണ്ട്? ഞങ്ങൾ ഇവിടെ പഠിക്കുന്നു, അവരെ പുറേ ചെല്ലുന്നു, അവർ ഞങ്ങൾക്ക് തിന്നാൻ തരുന്നു, ധാന്യങ്ങൾ തരുന്നു. ആ ധാന്യം കൊണ്ട് ഞങ്ങളെ ഭാര്യയുടെ അടുത്ത് പോകുന്നു, ആ ധാന്യങ്ങൾ ഞങ്ങൾ കഴിക്കുന്നു, പിന്നെയും അവര് തരുന്നു. ലഖദ് ഖശീനാ അയ്യദ്ഹബു ബിൽ അജ്രി കുല്ലി, കൂലി മുഴുവനും മദീനക്കാർ കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾക്ക് പേടിയാണ് എന്ന് അസ്ഹാബു റസൂലില്ലാഹ്. ഫഖാല ലാ, അപ്പോൾ ഹബീബായ നബി പറഞ്ഞില്ല, മുഴുവനും കൂലി എന്നവർ കൊണ്ടുപോകില്ല. കുല്ലമാ അസ്നൈതും അലൈഹിം വദഅഉതുമുല്ലാഹ ലഹും എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ അവരിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോൾ രണ്ട് കാര്യം ചെയ്താൽ മതി, നിങ്ങൾക്കും കൂലി കിട്ടും. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? കുല്ലമാ അസ്നൈതും അലൈഹിം, നിങ്ങൾ അവരെ പറ്റി നല്ലത് പറയണം. വദഅഉതുമുല്ലാഹ ലഹും, അവർക്ക് വേണ്ടി നിങ്ങൾ പറയ്. അതിൽ നിന്നാണ് ചെലവിനൊന്ന മൂല്യത്തിയാൾ
കയ്യൊന്തിക്കൽ തുടങ്ങിയത്. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? നിങ്ങളിവിടെ നാട്ടിലുണ്ടോ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾ റേഞ്ച് വിട്ടു പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പറയും മനസ്സിലാവുണ്ടോ? വളരെ ചിന്തിക്കണം. ചെലവെന്ന് പോകുന്ന കുട്ടികൾ ഇവിടെ ദീന് എന്ന് പറഞ്ഞത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണ്. അതിൽ ചെയ്യുന്നതിനൊക്കെ ഒരു അസിലുണ്ട്. അസിലില്ലാത്ത ഒന്നും സുന്നികൾ ചെയ്യൂല. സുന്നികളെ പേരിൽ വേറെ ഏതെങ്കിലും ഹമാക്കത്തിൻ്റെ അതിൽ കാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല. സുന്നികൾ ചെയ്യൂല. സുന്നികൾ ചെയ്യുന്ന എന്തിനും അസിലുണ്ടോ? ഈ മൂല്യത്തിലുള്ള ദുആക്ക് പോലും ഒരു അസിലുണ്ട്. ഹബീബായ നബി പറയാ, മനസ്സിലായില്ല, ഉള്ള കൂലി മുഴുവനും അൻസാരികളായ മദീനക്കാർ കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങൾ പള്ളിയിൽ പോയി പഠിക്കുന്നു, എന്നിട്ട് പോലെ പരി ചെല്ലുന്നു, തിന്നുന്നു. അപ്പോൾ കൂലി മുഴുവനും അവർ കൊണ്ടുപോകുമോ എന്ന് ഞങ്ങൾക്ക് പേടിയാണ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പം റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല, പേടിക്കണ്ട, അല്ല പേടിക്കണ്ട. കുല്ലമാ അത്നൈതും അലൈഹിം വദഅഉതുമുല്ലാഹ ലഹും. യാ സുബ്ഹാനല്ലാഹ്. കുല്ലമാസനൈതും അലൈഹിം, എപ്പോഴെല്ലാം അവരെ കയ്യിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അവരെ പറ്റി നിങ്ങൾ നല്ലത് പറയണമെന്ന്. വദഅഉതുമുല്ലാഹ ലഹും, അവർക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യുകയും ചെയ്താൽ മതി. സത്യം തന്നെയാണത്. ഒരു പുരയിൽ 4 മാസം 6 മാസം 10 മാസം 8 മാസം 12 മാസം 1 കൊല്ലോ 2 കൊല്ലോ ഒരു കുട്ടി ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആ കുട്ടി മൂല്യരായി അങ്ങനെ പോയാലും പറയും, ഞാൻ ഇന്നാലിനടുത്ത് ഓതിയിരുന്നു, അവിടെ നമ്മളൊരു നല്ല ആളെ പരിയിലായിരുന്നു, ചിലവ് നല്ലൊരു മനുഷ്യനായിരുന്നു, അവിടുത്തെ ഉമ്മാക്ക് നല്ലൊരു ഉമ്മയായിരുന്നു, ഇങ്ങനെ പറയും. ഇങ്ങൻ്റെ ജീവിതത്തിലും അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ എനിക്കുണ്ട്. നമ്മളൊക്കെ ഓതിയിരുന്ന കാലത്ത് ഉള്ള കഷ്ടപ്പാട്. ഞാൻ രണ്ടത്താണ് ബഹുമാനപ്പെട്ട മഹാനായ ഓക്കെ ന്യൂട്ടി മുസ്ലിയുടെ അടുത്ത് ഓതാൻ വേണ്ടി ചെല്ലുന്ന കാലത്ത് ചെറിയ ഒരു പള്ളിയിൽ 150ഓളം കുട്ടികളാണ്. അപ്പോൾ ഭക്ഷണമൊന്നും കിട്ടൂല. അപ്പോൾ മൊല്ലാക്ക എന്നോട് പറഞ്ഞ്, പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ഭക്ഷണമൊന്നും കിട്ടൂല, അപ്പോൾ ഭക്ഷണം കിട്ടിയില്ലേനും വേണ്ടില്ല, ഇജ് അവിടെ നിന്നോ എന്നെൻ്റെ വാപ്പ പറഞ്ഞിരുന്നു. ഭക്ഷണം കിട്ടില്ല, ഇജ് അവിടെ നിന്നോ. അങ്ങനത്തെ ഒരു ആലിമില്ല. അപ്പോൾ ആ ആലിമിൻ്റെ ദർസിൽ കിട്ടുമല്ലോ, ഇജ് അവിടെ നിന്നോ എന്ന് വാപ്പ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കൂടി അവിടെ. അപ്പോൾ എന്നെക്കൊണ്ട് പിന്നെ മൊല്ലാക്ക കുടുങ്ങി. മുല്ലാക്ക കുടുങ്ങാനൊരു കാരണമുണ്ട്. എന്ത്? ഉസ്താദിൻ്റെ ഭക്ഷണം കഴിഞ്ഞാൽ ആ അട്ടിപ്പാത്രത്തിൽ കുറച്ച് ബാക്കിയുണ്ടാവും. അത് സ്ഥിരമായി തിന്നുന്നത് മൊല്ലാക്കയാണ്. പിന്നെ ഞാനും കൂടി അവിടെ ബാക്കിയുണ്ടായതുകൊണ്ട് മൊല്ലാക്ക എന്നെ കൊണ്ടവിടെ കുടുങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, മനസ്സിലായില്ല. അപ്പോൾ പൗതി എനിക്കും തിരട്ടി വന്നപ്പോൾ ഈ ഒരു ബലാലിനെ എവിടെയെങ്കിലും ഒന്നും കൊണ്ടുപോയി മുളക്കണമല്ലോ എന്ന് മൊല്ലാക്ക കൊണ്ടുപോയി. അങ്ങനെ മൊല്ലാക്ക അവസാനം എന്നോട് പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു പുരണ്ട്, നിങ്ങൾ പോകുമോയെന്ന് ചോദിച്ചു. ഞാൻ എവിടേക്കും പോകുന്ന എന്താന്ന് വെച്ച് പിന്നെ ഒന്നും പറയാൻ പറ്റൂല, പറയില്ല. വരുന്നുണ്ട്, അവിടേക്ക് പോകണം, ചിലവിന് നിന്നെ ഏറ്റവും പോകണമെന്നാണ്. ആ പോകുന്ന എന്താ ചിലവിൻ്റെ ആ നാട്ടിലെ ഒരു ഭിക്ഷക്കാരൻ്റെ പേര, ഒരു സാധുവായ ഭിക്ഷക്കാരൻ്റെ പേര. അയാൾ അങ്ങാടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയതിൽ നിന്ന് അരി വാങ്ങിക്കൊണ്ടുവന്നിട്ട് വൈകുന്നേരം എനിക്ക് ഭക്ഷണം തരും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അയാളൊക്കെ മരിച്ചുപോയി, അള്ളാഹുക്കൊക്കെ മൗഫറത്ത് കൊടുക്കട്ടെ. എന്താ ചോറിൻ്റെ ഒക്കെ ഒരു രസം! എന്താ മലയാളിൻ്റെ ചോറല്ല, നാട്ടിലെ ഏറ്റവും ദരിദ്രൻ്റെ ചോറ്. 2 കൊല്ലം ഞാൻ ആ ചോറിന്നിട്ടുണ്ട്. അള്ളാഹുക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഈ വയലൊന്നും സത്യത്തിൽ ഞാനല്ല പറയണത്, അയാളാണ്. അയാളെ ചോറ് കൊണ്ടാണ് ഞാനിത് പറയണത്. ഞാൻ അയാൾക്ക് വരക്കേണ്ട ആവശ്യമില്ല, ഓരോ കൂലിയും അയാൾക്ക് കിട്ടും. മനസ്സിലായോ? തെറ്റ് നമ്മൾ ചെയ്താൽ കുറ്റം നമുക്ക് കിട്ടും, നന്മ നമ്മൾ ചെയ്താൽ ഒരു കൂലി അയാൾക്ക് കിട്ടും. കുറ്റത്തിന് അയാൾ ഉത്തരവാദിയാവില്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നന്മക്കും അയാൾ ഉത്തരവാദിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു ഭാഗ്യമാണ് അയാൾക്ക്. അങ്ങനെ എത്ര ആളുകൾ ഒരു ദിവസം എങ്ങാനും ചെലവിന് ചെന്നിട്ടില്ലെങ്കിൽ അയാൾ ഇങ്ങനെ വന്ന് ഹൗലും കാര്യങ്ങളും റഹ്മത്തുള്ളാനെ ഇങ്ങോട്ട് വിളിക്കുവാനെന്നറിയാം. എൻ്റെ ഇന്നലെ രാത്രി ചെലവിന് കഴിഞ്ഞ് ഉമ്മാക്ക് ഭയങ്കര ദേഷ്യമാണ്, ഈ വരാത്തതുകൊണ്ട്, അതുകൊണ്ട് ഉമ്മാനോട് പോയി മാപ്പ് പറഞ്ഞാലെന്ന് പറയും. ഉമ്മ എന്ന് പറഞ്ഞാൽ ഇയാളെ ഭാര്യ എന്നൊക്കെ പറഞ്ഞത്. അതായത് ഒന്ന് അവിടെ ഞങ്ങൾ ചേരുന്നതോടുകൂടെ ആ പുരയിലെ വാപ്പ നമുക്ക് വാപ്പയായി, ഉമ്മ നമുക്ക് പറ. അതാണ് അവരെ പറ്റി നല്ലത് പറയുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാലത്തോളം നിങ്ങൾക്കും കൂലി കിട്ടും എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊരു കാര്യം മനസ്സിലാക്കാം, മൂലയെത്തി ദ്വാരക്കണത് പുരക്കാരന് കൂലി കിട്ടാനല്ല.
മനസ്സിലായില്ല? മൂലയത്തിക്ക് കൂലിട്ടാനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. തിന്നാൻ മൂലയത്തിക്ക് തിന്നാൻ കൊടുത്താൽ തന്നെ ആർക്ക് കൂലിയായി? എന്തൊരു മനുഷ്യന്മാരാണ്! ആർക്ക് കൂലിയായി? പുരക്കാരന്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ആ ഹദീസിനെ നിങ്ങൾ നല്ലോണം ചിന്തിക്കണം. റസൂലുള്ളാഹിനോട് മുഹാജിരിങ്ങളും ആയ ഈ ദർസ് കുട്ടികൾ വന്ന്, ദർസിലെ വലിയ മനുഷ്യന്മാർ, കുട്ടികൾ നല്ല വലിയ വലിയ മനുഷ്യന്മാർ, അവരെല്ലാം ദർസിൽ ഓതുന്നത്. അവർ വന്നിട്ട് പറയുകയാണ്, ലഖദ് ഖശീന യദ്ഹബു ബിൽ അജ്രി കുല്ലിഹി, കൂലിയൊക്കെ ഈ നാട്ടുകാർ കൊണ്ടുപോകോ എന്ന് ഞങ്ങൾക്കിപ്പോൾ പേടിയാണ്. കാരണം ഞങ്ങൾക്ക് തിന്നാൻ തരുന്നു, ഞങ്ങൾ പള്ളിക്ക് വരുന്നു പഠിക്കുന്നു, പിന്നെ പോലെ പൊരി പോകുന്നു, പിന്നെ ഞങ്ങൾ തിന്നുന്നു വരുന്നു. ചിലപ്പോൾ ഞങ്ങൾ പെണ്ണ് കെട്ടിയിട്ട് പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊരയ്ക്ക് ധാന്യത്തിൻ്റെ ചാക്ക് അവർ എടുത്തു തരുന്നു. ഞങ്ങൾ ഭാര്യയും കൂടി ആ ധാന്യം തിന്നിട്ട് ഞാൻ ഭാര്യൻ്റെ ഒപ്പം കടന്നുറങ്ങിയിട്ട് സുബൈക്ക് പിന്നെയും പള്ളിയൊക്കെ പഠിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇയാൾക്കും ചെലവ് കൊടുക്കും, ഇയാളെ പെണ്ണുക്കും ചെലവ് കൊടുക്കും. ആര്? ഈ മദീനക്കാർ വലിയ വലിയ മനുഷ്യന്മാരല്ലേ? അവർക്ക് പെണ്ണ് കെട്ടിയിട്ടുണ്ട്. ഈ പെണ്ണുങ്ങളെ മൂല്യത്തിൻ്റെ പെണ്ണുങ്ങളെ ചിലവ് നടത്തുന്ന ആരെന്നെ? മദീനക്കാർ. ഇപ്പൊ കൂലിയൊക്കെ പല കൊണ്ടോ, ഞങ്ങൾക്ക് ഈ തിന്നല് മാത്രം ബാക്കിയാവും, ഞങ്ങൾക്ക് കൂലി പോകുമെന്ന് പേടിയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് കൂലി പോകാതിരിക്കാൻ ഞാനൊരു ഉപായം പറഞ്ഞു തരാ. കുല്ലമാ അഫ്നൈതും അലൈഹിം വദഅഉതുമുല്ലാഹ ലഹും, നിങ്ങൾ അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ അവരെ പറ്റി പറയും, നല്ലത് പറയാ, അവർക്ക് വേണ്ടി ദ്വാരക്കും കൂടി ചെയ്താൽ നിങ്ങൾക്ക് കൂലി കിട്ടും. നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിലും പറയും, നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് കൂലിട്ടും. നിങ്ങൾക്ക് കൂലിട്ടണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? മൂല്യത്തി തൽക്കാലം വന്നു, നമ്മളെ മൂല്യത്തി ദ്വാരക്കാതെ പോയി എന്ന് വിചാരാണ്ടാന്ന്. മൂല്യത്തിക്ക് നഷ്ടം. പുരക്കാരനൊന്നുമില്ല, പുരക്കാരൻ കൂടുതൽ തന്നെ കിട്ടി. ആര് പറഞ്ഞു? മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഇതിവിടെ നന്നാലേ നടക്കുള്ളൂ. ഈ സംഭവം ഇവിടെ നിലനിന്നാലേ നടക്കുള്ളൂ. അങ്ങനെയാണ് കണ്ണിയത്തുണ്ടായത്, അങ്ങനെയാണ് ശംസുൽ ഉലമ ഉണ്ടായത്, അങ്ങനെയാണ് പൂക്കോയൻ്റെ മകൻ മുഹമ്മദ് അലി ശിഹാബ് ഉണ്ടായത്. മുഹമ്മദ് അലി ശിഹാബ് ഞങ്ങളറിയില്ലേ? നിങ്ങളെന്താ നോക്കിയിരിക്കണ മനുഷ്യന്മാരെ? ഞങ്ങളറിയില്ലേ മുഹമ്മദ് അലി ശിഹാബിനെ? അള്ളാഹു ദറജേറ്റി കൊടുക്കട്ടെ. പൂക്കോയൻ്റെ പുരയിൽ 2 നേരം ചോറ് വിളമ്പും. അതായത് ഉച്ചക്ക് വന്ന ആളുകൾക്ക് മുഴുവനും ഇങ്ങനെ പായണ്ടിട്ടിട്ട് അവിടെ ചോറ് വിളമ്പും. വൈകുന്നേരം വന്നവർക്കും ചോറ് വിളമ്പും. അക്കാലത്ത് പൂക്കോയൻ്റെ മൂത്ത മകൻ കോയമോൻ എന്ന് പൂക്കോയപ്പാപ്പ വിളിച്ചിരുന്ന മകൻ മുഹമ്മദ് അലി ശിഹാബ് കാനാഞ്ചേരി പള്ളി ദർസിൽ ഓതുകയാണ്. അച്ചിപ്പുറത്ത് ഓതിയിട്ടുണ്ട്, കാനാഞ്ചേരിയിൽ ഓതിയിട്ടുണ്ട്. കാനാഞ്ചേരി ഒരിക്കൽ ഞാൻ ഇതേപോലെ വയലിന് ചെന്നപ്പോൾ അന്നത്തെ അവിടുത്തെ ഒരു വയസ്സൻ, ഒരു 10 കൊല്ലം മുമ്പാണ്, അന്നത്തെ ഒരു വയസ്സൻ എന്നോട് പറയാണ്, കുട്ടിയെ, ആ കുട്ടി ഇവിടെ ഓതിയിരുന്ന കാലത്ത് ഒരു നേരം ചോറ് കൊടുക്കാൻ പറ്റിയ ഒരു പുര ഈ നാട്ടിൽ ഇല്ല. അങ്ങനെ 2 നേരം കഞ്ഞി കുടിച്ചിട്ടാണ് പല ദിവസവും ആ കുട്ടി ഇവിടെ ഓതിയത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? കാനാഞ്ചേരി നാട്ടിൽ അന്ന് ഒരു നേരം ചോറ് എടുക്കാൻ പറ്റിയ ഒരു പുര ഇല്ല. എല്ലാവരും കഷ്ടപ്പാടില്ല. എന്നിട്ടും ആ കുട്ടി അവിടെ ഓതി. ആ കുട്ടിയുടെ പുരയിൽ 2 നേരം വന്നവർക്കൊക്കെ ചോറ് കൊടുക്കും. ആ കുട്ടി ഇവിടെ 2 നേരം കഞ്ഞി കുടിച്ചിട്ട് ഓതി. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് ആ പൂക്കോയ തങ്ങളെ അറസ്റ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1960കളിലാണ് ആ സംഭവം. ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത്? അന്ന് പൂക്കോയ പാപ്പാനെ വന്നിട്ട് മലപ്പുറത്ത് വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാം. മലപ്പുറത്ത് നിന്ന് പാണക്കാട്ട് വീട്ടിൽ വന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാണ്. അത് കരുതൽ തടങ്കല, കുറ്റമൊന്നുമല്ല. അന്ന് മുസ്ലിം നേതാക്കന്മാരെ മുഴുവനും നൈസാമിന് പിന്തുണ കൊടുക്കുമോ എന്ന് പേടിച്ചിട്ട്, അതായത് ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് ആയതിനു ശേഷവും ഇന്ത്യയിൽ ഇല്ലാതെ മാറി നിന്ന രാജ്യമായിരുന്നു ഹൈദരാബാദ്. ഹൈദരാബാദ് ഭരിച്ചിരുന്നത് മുസ്ലിമായ നൈസാമാണ്. അപ്പോൾ നൈസാമിനോടൊരു ഒരു ചെറിയ ചായല് പൊതുവെ മുസ്ലിം പണ്ഡിതന്മാർക്കും തങ്ങന്മാർക്കും ഒക്കെ ഉണ്ടാവും ചെയ്തിരുന്നു. നൈസാം നല്ല ധനാഢ്യനുമാണ്. നൈസാം അക്കാലത്ത് ഇന്ത്യയിലുള്ള പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കും ഒക്കെ കൊല്ലത്തിലൊരു പൈസ കൊടുക്കും, അങ്ങനെയൊക്കെ അയച്ചു കൊടുക്കും. അയാൾ വലിയൊരു ധനാഢ്യനുമാണ്, വലിയൊരു ആളുമാണ്. അപ്പൊ പൊതുവെ പണ്ഡിതന്മാർ സയ്യിദന്മാർക്കൊക്കെ നൈസാമിനോട് ചെറിയ ഒരു ചായവുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നെഹ്റു ഭരിച്ചിരുന്ന കാലത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെ? നേതാക്കന്മാരെ. അക്കൂട്ടത്തിൽ ഹൈദരാബാദ് ആക്ഷൻ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ആര്? പൂക്കോയത്തങ്ങൾ. ഇതിവിടെ പറയാനുള്ള കാരണം രാഷ്ട്രീയമല്ല. ഇപ്പോൾ എന്ത് പറഞ്ഞാലും പേടിക്കണം. ഇപ്പം മറ്റേ ഇതിൽ പെട്ടിൻ്റെ ഉള്ളിലാക്കണ സമയമായതുകൊണ്ടേ എന്താ ഇയാളെ നമ്മളെ വോട്ട് കളയാമെന്ന് വരെ പേടിച്ചിട്ട് ഇങ്ങനെ ബേജാറായിട്ടാണ് പറയേണ്ടത്. വോട്ടൊന്നും പോകില്ല, അത് ഞാനൊരു കാര്യം പറയാം. ഇതിൽ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് പറയണത്. ശ്രദ്ധിക്കുക, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അങ്ങനെ പൂക്കായ പാപ്പാനെ വന്ന് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ മുൻഭാഗത്ത് തന്നെ സീറ്റ്, പോലീസുകാർക്ക് വലിയ ബഹുമാനത്തിലാണ്. കുറ്റവാളിയൊന്നുമല്ലല്ലോ, രാഷ്ട്രീയ കുറ്റമാണ്, കുറ്റവാളിയൊന്നുമല്ല, കരുതൽ തടങ്കല. അങ്ങനെ മുൻഭാഗത്ത് തന്നെ സീറ്റൊക്കെ വൃത്തിയാക്കി കൊടുത്ത്
അവിടെ വിരിച്ചു കൊടുത്ത് അങ്ങനെ അതിൽ കയറി ഇരുത്തി പൂക്കോയ പാപ്പാനെ കൊണ്ടുപോയി അങ്ങനെ ജീപ്പ് മുറ്റത്ത് ആണ് ഉരുണ്ടു, കുറച്ചാണ്ട് ഉരുണ്ടപ്പോൾ ഈ ഉമ്മരത്ത് നിൽക്കുന്ന ആളുകളൊക്കെ കരഞ്ഞ്. പൂക്കോയ തങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാറപ്പോൾ ഇത് ഖിയാമത്ത് അങ്ങനെ അങ്ങനെ സങ്കല്പിക്കാൻ പറ്റും. എല്ലാവരോട് കരഞ്ഞപ്പോൾ പോലീസുകാരനോട് വണ്ടി നിർത്താൻ പറഞ്ഞു പൂക്കോയ പാപ്പ. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ചരിത്രമാണത്, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ് പിന്നെ ഒരു കാര്യം ഞാൻ എന്നാൽ പോയിട്ട് ഒരു കുറ്റം ചെയ്ത് പോവല്ല, ഇതെന്താ ഒരിക്കൽ എന്നോട് ചോദിക്കാണ്ട് കഴിഞ്ഞാൽ ഞാനുണ്ട് വന്നോളും. നിങ്ങൾ ഇവിടുന്ന് കരഞ്ഞാൽ ഇത് നാടാകെ അറിയും, നാടാകെ അറിഞ്ഞാൽ കോയമോൻ്റെ ദർസിലറിയും, കോയമോൻ്റെ ദർസിലറിഞ്ഞാൽ കോയമോൻ ദർസ് നിർത്തിയിട്ട് പോരും. അതുകൊണ്ട് ഒരാളിവിടെ ഈ വിവരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയാൻ വേണ്ട. അതായത് എന്നെ അറസ്റ്റ് ചെയ്യണ എനിക്ക് പ്രശ്നമല്ല, എനിക്കെന്താ പ്രശ്നം പറ, എനിക്ക് പ്രശ്നം എന്താ? കോയമോന്റെ ദർസ് മുടങ്ങുന്നത് പ്രശ്നമാണ്. ആരാ കോയമോന്? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ കോയമോൻ പിന്നെ ഈജിപ്തിലെ അസർ ഷെരീഫിലും കെയ്റോ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചു. ആ കോയമോൻ പിന്നെ ഈ ഉമ്മത്തിന് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത്താണിയായ നേതാവായി അല്ലേ? ആരാ കോയമോൻ ഉണ്ടാക്കിയത് പള്ളി ദർസ്? ആരാണ് കണ്ണിയത്തിനെ ഉണ്ടാക്കിയത് പള്ളി ദർസ്? ആരാണ് ശംസുൽ ഉലമയെ ഉണ്ടാക്കിയത് പള്ളി ദർസ്? അല്ലാതാരാ? പള്ളി ദർസാണ് എല്ലാം.